അനുദപിക്കുന്നവനായി പണിതുയർത്തുന്നു. അച്ഛൻ കഴിഞ്ഞ ആഴ്ച യെശയ്യായുടെ പുസ്തകം 62:6 നിന്ന് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞായിരുന്നു, ദൈവം നമ്മെ ഓരോരുത്തരെയും പുരോഹിതരായി പണിതുയർത്തുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ പുരോഹിതരെന്ന് കേൾക്കുമ്പോൾ പള്ളിയിൽ നിൽക്കുന്ന അച്ഛനെ കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മൾ ഓരോരുത്തരുമാകുന്ന പൗരോഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ദൈവം നമ്മെ പണിതുയർത്തുന്നു, അനുദപിക്കുന്നവരായി പണിതുയർത്തുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അനുതാപത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അനുദപിച്ചുകൊണ്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണത്? ഞങ്ങളോട് ക്ഷമിക്കണമേ. ആർക്കാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ കഴിയുന്നത് ആർക്കാണ്? ഉത്തരം തെറ്റാണ്. അനുതാപമുള്ളവർക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാനാണ് ശരി ഉത്തരം. അനുതാപമുള്ളവർക്ക് ഞാൻ തെറ്റുകാരനാണ്, ഞാൻ പിഴയാളിയാണ്, എനിക്ക് പിഴച്ചുപോയി, എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് പാപമോചനം വേണം എന്ന ബോധ്യമുള്ള ഒരാൾക്കാണ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്ക് എന്തിനാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാൾ പിന്നെ എന്തിനാണ് എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്? ഈ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അനുതാപമെന്ന് പറയുന്നത് ഒരു വരമാണ്. അനുതാപമെന്ന് പറയുന്നത് ഒരു കൃപയാണ്.